ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. ആഭാസൻ, അട്ടഹാസൻ, മദ്യപാനി. ഞാൻ പക്ഷേ ഭയങ്കര ഡീസന്റാ. ആ പൂജ, മൈ ഡിയർ പൂജക്കുട്ടി, ഐ ആം കമ്മിങ്. ഇവളിതോടെ പോയി? ഏത് ബാത്റൂമിലാണെന്നോ കയറിയത്? അയ്യോ 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 ദേവനേനി ബന്ധി ഇവിടെ എന്ത് പറഞ്ഞ് മനസ്സിലാക്കും? പുറത്തേക്ക് ഇറങ്ങി വിടാനും പറ്റില്ല. അകത്തിരിക്കുന്ന ആമി കണ്ട അതിലും കുഴപ്പമാവും. അയ്യോ ഞാൻ എന്ത് ചെയ്യും? എന്താ സർ, അവന്മാർ അന്വേഷിച്ച് വീണ്ടും എത്തിയോ? സാർ എന്തായി കാണിക്കുന്നേ? എന്നെ ഉപദ്രവിക്കില്ലേ സർ? ഞാൻ അത്തരക്കാരിയൊന്നും അല്ല സർ. താനെന്നെ തെറ്റിദ്ധരിക്കരുത്. എന്താ സാർ ഇത്? പുറത്തുള്ളതിനേക്കാൾ കുഴപ്പമായി പാകത്ത്. എന്തു പറ്റി സർ? അയ്യോ പറ്റാ, ഇനി വേറൊന്നുമില്ല. ഞാനിതുവരെ തന്നോട് പറഞ്ഞിട്ടില്ലാത്തൊരു രഹസ്യം പറയട്ടെ. എന്ത് രഹസ്യം? അത് പിന്നെ എന്റെ ഭാര്യക്ക് എന്നെയും തന്നെയും സംശയ. സാർ എന്തായി പറയുന്നേ? അത് വിശദമായിട്ട് പറയാനുള്ള സമയം ഇപ്പൊ ഇല്ല. ഏത് നിമിഷം അവൾ ഇങ്ങോട്ട് കയറി വരും. നമ്മളെ ഒരുമിച്ച് ഈ മുറിക്കകത്ത് കണ്ട ഈ വർഷത്തെ ഓണം മാത്രമല്ല, വരുന്ന എല്ലാ കൊല്ലത്തെ ഓണം കലക്കി കൈ തരും. അതുകൊണ്ട് സുജാത എന്നെ ഒന്ന് സഹായിക്കണം. എങ്ങനെ? അത് ഈ പറയുന്നത് മര്യാദകേടാണെന്ന് എനിക്കറിയാം, എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല. എന്താ സാർ? അത് ഈ താൻ എന്നോടൊന്ന് സഹകരിക്കണം. അത് അയ്യ അതല്ല, തൽക്കാലം താൻ ഇവിടെ എവിടെങ്കിലും ഒന്ന് ഒളിച്ചിരിക്കണമെന്ന്. അത്രയുള്ളോ? അയ്യോ അവള് വന്നെന്നാ തോന്നുന്നേ. സാർ ഞാനിനി എവിടെ വിളിക്കും? താനെ ബാത്റൂമിലേക്ക് അല്ല സാറേ, അപ്പൊ ചേച്ചി വന്ന് ഇവിടെ നോക്കിയാലോ? ചേച്ചി നോക്കാതെ ഞാൻ നോക്കിയോളാം. താൻ പോ, കേറ് കേറ്, അകത്ത് കേറ്, ഡോറക്കി. നീയായിരുന്ന? ഏട്ടൻ വിചാരിച്ചത് എന്താ? അല്ല അത് ഏട്ടത്തിയമ്മയാണെന്നോ? അതെ അതെ. നിങ്ങളുടെ റൊമാൻസ് ഇതുവരെ അസ്തമിച്ചില്ലേ? നീ ചെല്ല്. എന്നെ പറഞ്ഞയക്കാൻ ഏട്ടൻ എന്താ ഇത്ര വെപ്രാളം? എന്റെ ലച്ചു. എന്താ ഇവിടെ വല്ല കള്ളപ്പരിപാടിയും ഉണ്ടോ? എന്ത്? അല്ല, ഇന്നലത്തെ പോലെ അളിയനും അളിയനും കൂടി എന്തെങ്കിലും പാർട്ടിയോ മറ്റോ? ഏയ് ആ പരിപാടിയൊക്കെ ഞാൻ ഇന്നലത്തോടെ നിർത്തി. ഏട്ടന് BP ഉണ്ടല്ലേ? എനിക്ക് ഒരു കുഴപ്പമില്ല. അതല്ല, BP, ഭാര്യയെ പേടി. ലച്ചു കളിക്കാതെ പോയെ. മനുഷ്യനോട് തീ പിടിച്ച് നിൽക്കുമ്പോഴാ അവളുടെ വളിച്ചൊരു കോമഡി. അല്ല, ഏട്ടൻ എന്തിനാ തീ പിടിച്ച് നിൽക്കുന്നേ? അല്ല അത് പിന്നെ ഇവിടെ എന്തോ ഒരു ഗുലുമാല് മണക്കുന്നുണ്ടല്ലോ. ഒന്നുമില്ല. ഏട്ടാ ഒന്ന് മാറിക്കേ, ഞാനും നോക്കട്ടെ. ലച്ചു നിന്ന്. അതെ, അങ്ങനെ നീ ഇപ്പൊ നോക്കണ്ട. നീ ആളെ മക്കാറൊക്കെ പോയെ. അപ്പൊ ഞാൻ ഊഹിച്ചത് ശരി തന്നെ. എന്ത്? ഈ മുറിക്കുള്ളിൽ ഏട്ടൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലേ? ആരെ? സ്കോച്ച്. അതെ സ്കോച്ച്. ഇത് നീ പോയി ആമയോടത്തും പറഞ്ഞു കൊടുക്കല്ലേ. ഓണമല്ലേടി, ഏട്ടൻ പാവല്ലേ, എന്റെ പൊന്നുമോളല്ലേ. നടക്കട്ടെ, ഞാൻ എന്തായാലും ഒന്ന് കറങ്ങിട്ട്. വേണ്ട കറങ്ങിട്ട് വരണ്ട, അതുവഴി ഇങ്ങ് പോയാ മതി. വേണം കാര്യം. ഇത് വെറും BP അല്ല, ഭാര്യ ജന്മനാ പേടിയാ. അയ്യോ അവളുടെ ഈശ്വര. സുജാതേ അവര് പോയോ സാറേ? പോയി. വന്നോളും പോയി, എന്റെ ജീവനും പോയി. ആരാ, ചേച്ചിയായിരുന്നോ? അല്ല പെങ്ങളാ. ദത്തേട്ടാ, ഇവിടെ പോയി. ദത്തേട്ടാ. അയ്യോ ശരി, കുറിച്ച് വരുന്നു. അയ്യോ നിക്ക്. ഇങ്ങനെ. അതെ പിന്നെ ഈ ബാത്റൂം ഇനി സേഫ് അല്ല. ഈ കട്ടന്റെ ബാക്കിൽ ഒളിച്ചോ. അവിടെ കേൾക്കാം. അനങ്ങല്ലേ? ദത്തേട്ടാ. അയ്യോ ഓള് വരുന്നു.
സുജാതെ ഇവള് മാഞ്ഞു പോയോ? സാറേ സാറേ ഇവിടെ ഇവിടെ ഉണ്ടോ? അവിടെ തന്നെ നിന്നോ, ആരങ്ങല്ലേ? മാറി നിക്ക്.